ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് റെഡ്മി നോട്ട് 10 പ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അപ്പം ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഇത് നിലത്ത് വീണിട്ട് മദർ ബോർഡ് ബെൻഡ് ആയിപ്പോയി. അതെന്താ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്തുള്ള ഡാറ്റ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുള്ള ഡാറ്റാസ് അടങ്ങിയിട്ടുള്ള IC റിമൂവ് ചെയ്തിട്ട് വേറൊരു മദർ ബോർഡിലോട്ട് സ്വാപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഡാറ്റ നമുക്ക് റിക്കവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോ പോകാം. അപ്പോൾ കേസ് നമ്മളങ്ങനെ ബാക്ക് പാനലൊക്കെ റിമൂവ് ചെയ്ത് സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ച് നോക്കുമ്പോഴത്തേക്കും മദർ ബോർഡിൻ്റെ ദാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെൻഡുണ്ട്. അപ്പോൾ ഈ ഒരു ബെൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ലെയറുകൾ തമ്മിൽ ഷോർട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫോൺ റെഡിയാക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള സ്റ്റോറേജ് അടങ്ങി മെമ്മറി ഡാറ്റാസ് അടങ്ങിയിട്ടുള്ള ICകൾ നമുക്ക് സ്വാപ്പ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഈ ഡാറ്റാസ് അടങ്ങിയിട്ടുള്ള IC എന്ന് പറയുമ്പോൾ ദാണ്ട് ഈ ഫസ്റ്റ് കാണുന്ന സാധനമാണ് UFS. ഇതിനകത്താണ് നമ്മുടെ ഡാറ്റ വരുന്നത്. അപ്പോൾ ഈ ഡാറ്റ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന ആ ഒരു സെയിം CPU മാത്രമേ അത് റീഡ് ചെയ്തെടുക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് ICയും CPU അതുപോലെ തന്നെ UFSഉം റിമൂവ് ചെയ്ത് റീബോൾ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറയുമ്പം നമ്മുടെ ഡോണർ ബോർഡ്. അപ്പോൾ നമ്മളിത് ഡോണർ ബോർഡ് കൊറിയർ ചെയ്ത് വരുത്തിയാണ്. അപ്പോൾ ഈ ഒരു ബോർഡിനകത്തോട്ടാണ് നമ്മൾ ഈ രണ്ട് ICയും ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി CPU വരുന്നുണ്ട്. അപ്പം UFS മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു CPU വെച്ചതുകൊണ്ട് വെച്ചിട്ട് തന്നെ UFS മാത്രം വെച്ചാൽ നമുക്ക് ഡാറ്റ കിട്ടത്തില്ല. കാരണം അത് റീഡ് ആവത്തില്ല, എറർ എന്തെങ്കിലും എഴുതി കാണിച്ച് നിൽക്കത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്തുള്ള ഓൾറെഡി വരുന്ന CPUം നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. പക്ഷെ നമ്മൾ കസ്റ്റമറായി ഇരുന്ന ഫോണിൻ്റെ CPUൻ്റെ UFSൻ്റെ അടിയിൽ ഗമ്മോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ഡോണർ ബോർഡായിട്ട് വാങ്ങിച്ച ഫോണിൻ്റെ അടിയിൽ ഗമ്മ് വരുന്നുണ്ട്. അപ്പോൾ ചില മോഡലല്ല ചില ബോർഡുകളിൽ മാത്രമേ ഈ ICയിൽ താഴെ ഗമ്മ് ഈ ഒരു അതായത് നോട്ട് 10 പ്രോ സീരീസിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള ഗമ്മും കാര്യങ്ങളൊക്കെ നമ്മൾ പക്കയായിട്ട് പ്രിൻ്റിനൊന്നും ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിലോട്ട് നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത് റീബോൾ ചെയ്ത് വെച്ചിരുന്ന CPUം UFSഉം ഫിക്സ് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നതോടെ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് ഓണാക്കി നോക്കണം. അപ്പോൾ ഇതേപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളോട്ട് കോൺടാക്ട് ചെയ്യാം. പറ്റുന്നതൊക്കെ നമുക്ക് മാക്സിമം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ ഒരു ഫോൺ ഫസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലാണ് കിട്ടിയത്. കാരണം ഈ UFSനകത്തൊക്കെ വെറുതെ ഹീറ്റ് ഓവറായിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഡാറ്റ കറക്റ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള കേസിൽ നമുക്ക് ഡാറ്റ റിക്കവർ ചെയ്യുന്നുള്ളത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഓക്കെ കേസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലോഗോ വന്നിട്ടുണ്ട്. അപ്പം ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ നമ്മുടെ വർക്ക് ഒരു 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് ലോഗോ വന്നിട്ട് എന്തായാലും ഓണായി വരും, ഓണാകുന്നതിട്ട് പോകാനാണ്. അപ്പോൾ ഇതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ കേസ്, അപ്പോൾ സെറ്റ് കംപ്ലീറ്റ്ലി ഓണായിട്ടുണ്ട്. ഇനിയിപ്പം ടച്ചും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. എമർജൻസി കോളുള്ളിൽ കാണിക്കുന്നുണ്ട്. അപ്പം സിമ്മും കാര്യങ്ങളും എന്തായാലും എടുക്കും. ഇതിൻ്റെ പാസ്വേഡ് നമുക്ക് അറിയത്തില്ല. ഫോൺ ഫുള്ള് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എന്നിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഓൾഡ് മദർ ബോർഡ്. അപ്പോൾ ഇതിനകത്തുള്ള ICയാണ് നമ്മൾ സ്വാപ്പ് ചെയ്ത് വേറെ ഒരു ബോർഡിലോട്ടിട്ട് സെറ്റാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.